Hi friends, once again welcome back to Upstream Creations. എൻ്റെ പേര് ജിരൻ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ലോകത്തിൽ തന്നെ 8 റേറസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ തന്നെ വിചാരിക്കും ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഈ ലോകത്തുണ്ടോ, ഇത് വേറെ വല്ല പ്ലാനറ്റും ആണോ എന്നൊക്കെ വിചാരിച്ചു പോകും. അത്രയും കിടിലമായിട്ടുള്ള 8 സ്ഥലങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനലും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ എത്തിക്കുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്. നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് എനിക്ക് നല്ല നല്ല കണ്ടന്റ്സും നല്ല നല്ല വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയുള്ള എനർജി നൽകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ഥലം ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്ഥലം എന്ന് പറയുന്നത് ലവ് ടണൽ യുക്രൈൻ ആണ്. ക്ലേവൻ എന്നൊരു സ്ഥലത്ത് നിന്നും ഒഴ്സീവ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഒരു ടണലാണിത്. ഈ ടണലിൽ കൂടെ ട്രെയിൻ എപ്പോഴും പോകുന്നതാണ്. ഈ ടണലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുറ്റും ഗ്രീനറിയാണ്. പച്ച പുല്ല് പോലത്തെ ചെടികൾ കൊണ്ട് ഈ ടണൽ മൊത്തത്തിൽ കവർ ചെയ്തിട്ടുണ്ട്. ഒരു 1-2 കിലോമീറ്റർ അല്ല, 5 കിലോമീറ്റർ വരെയാണ് ഈ ടണലിന്റെ വിസ്തീർണം. സോ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ അകത്തുനിന്ന് കാണുന്നത് നല്ല ഭംഗിയാണ് ഗൈസ്. മാത്രമല്ല ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കപ്പിൾസിന്റെ ഫേവറേറ്റ് സ്പോട്ടാണ്. മാരീഡ് ആയതും അൺമാരീഡ് ആയിട്ടും ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടൊക്കെ ഒരുപാട് കറങ്ങുന്ന സ്ഥലമാണ്. ഇത് ലോകത്തിൽ തന്നെ ഒരു റൊമാൻറ്റിക് പ്ലേസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. സോ നിങ്ങൾ റിച്ച് ആണെങ്കിലും ഗേൾ ഫ്രണ്ടിനെയും കൂട്ടി പോകാൻ പറ്റിയ കിട്ടുന്ന സ്ഥലമാണ്. ഗോ അഹെഡ്. സോ ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് പ്ലേസ്. അടുത്ത സ്ഥലം വരുന്നത് ചിലിയിലാണ്. ചിലിയിൽ സിറ്റുവേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് മാർബിൾ കാത്തഡ്രൽ. ഈ സംഭവം എന്ന് പറയുന്നത് ഒരു സീയുടെ സൈഡിലായിട്ടാണ്. നമ്മൾ ടൂറിസ്റ്റ് ആയിട്ട് പോകുമ്പോഴത്തേക്കും അവർ നമ്മളെ ബോട്ടിലാണ് കൊണ്ടുപോകാറ്. ഫ്രണ്ട്സ്, ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല നീല കളർ വെള്ളവും അതിന് ഒപ്പം തന്നെ മാർബിൾ പാറകളിലുള്ള കേവ്സും ആണ്. ഈ കേവ്സ് വെള്ളത്തിൻ്റെ ആ ഒരു പ്രഷർ കൊണ്ട് അടിച്ചടിച്ചുണ്ടായ ഒരു സംഭവമാണ് ഈ കേവ്സ്. അപ്പോൾ ഈ കേവ്സ് നിങ്ങൾക്കറിയാം, മാർബിൾ നല്ല മിനുസം, അതായത് നല്ല തിളങ്ങുന്ന കല്ലുകളാണ്. ഇപ്പോൾ ഈ വെയിലൊക്കെ അടിക്കുമ്പോഴും മാത്രമല്ല ഓരോ വെതറിനും ഈ മാർബിളിന് ഓരോ കളറാണ്. കെമിക്കൽ റിയാക്ഷനൊക്കെ ഒരു പ്രത്യേക കളറാണ്. നമുക്ക് അവിടെ പോകുമ്പോൾ ടൂറിസ്റ്റായിട്ട് അവർ നമ്മളെ ബോട്ടിലാണ് കൊണ്ടുപോകാറ്. ഈ കേവ്സിനകത്തൂടെയൊക്കെ നമ്മളെ ചുറ്റി കാണിപ്പിക്കും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊരു അത്ഭുതം പോലെ തന്നെയാണ് ആൾക്കാർ കണക്കാക്കുന്നത്. കാരണം അത്രയ്ക്ക് ഭംഗിയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഇരട്ടി ഭംഗിയാണ് നമ്മൾ നേരിട്ട് പോയി കാണുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു കേതഡ്രൽ എന്ന് വിളിക്കുന്നത്, മാർബിൾ കേതഡ്രൽ ഇൻ ചിലി. അടുത്ത സ്ഥലം വരുന്നത് ന്യൂസിലാൻഡിലാണ്. മോറാറ്റി ബോൾഡേഴ്സ് ബീച്ച് ഇൻ ന്യൂസിലാൻഡ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു സീഷോറാണ്, അതായത് കടപ്പുറമാണ്. ഇവിടുത്തെ പാറകളുടെ ഒരു പ്രത്യേകതയാണ്. നമുക്കറിയാം, കടൽക്കരയിൽ അധികം പാറകൾ കാണാറില്ല. പാറകൾ ഉണ്ടെങ്കിൽ തന്നെ അത് വലിയ ബ്ലോക്കായിരിക്കും കിടക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ പാറകളും നല്ല റൗണ്ട് കളറിലായിരിക്കും, സ്ഫിരിക്കൽ ഷേപ്പിലായിരിക്കും. കാരണം നല്ല ഭംഗിയാണ്. ഇത് എത്രയോ വർഷം കൊണ്ട് ഉണ്ടായ പാറകൾ എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല എന്തൊക്കെയോ കെമിക്കൽ റിയാക്ഷൻ കൊണ്ടാണ് ഇത് റൗണ്ട് കളറിൽ വരുന്നത് എന്നാണ് സയന്റിസ്റ്റുകൾ പറയുന്നത്. മാത്രമല്ല ഇത് സയന്റിസ്റ്റ് ഒരുപാട് റിസർച്ച് ചെയ്ത ഒരു സ്ഥലമാണ്. അതിനുശേഷം ഇത് ടൂറിസ്റ്റുകൾക്ക് ഓപ്പൺ ആയി കൊടുക്കുകയായിരുന്നു. ആദ്യമൊന്നും ഇതങ്ങനെ ടൂറിസ്റ്റുകൾ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലം അല്ലായിരുന്നു. പിന്നെയാണ് ഇതിനെപ്പറ്റി പഠിക്കാൻ സയന്റിസ്റ്റുകൾ വന്നതും അതിനെപ്പറ്റി എല്ലാവരും അറിഞ്ഞതും. പിന്നെയാണ് ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആയത്. നമ്മൾ അടുത്ത ഇനി പോകാൻ പോകുന്ന കൊളംബിയയിലാണ്. കൊളംബിയയിൽ പ്രത്യേക തരത്തിലുള്ള റിവറുണ്ട്. അതിൻ്റെ പേരാണ് കനാ ക്രിസ്റ്റൽസ് റിവർ. ഈ റിവറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 5 തരത്തിൽ, അതായത് ഇതിൻ്റെ മറ്റൊരു പേര് തന്നെ ഉണ്ട്, 5 ഡിഫറെൻറ്റ് കളർ റിവർ എന്ന്. ഗ്രീൻ, ബ്ലാക്ക്, യെല്ലോ, റെഡ്, ബ്ലൂ എന്നീ 5 തരത്തിൽ ഈ റിവറിൻ്റെ കളർ നമുക്ക് മാറി മാറി കാണാൻ പറ്റും. മിക്സഡ് ആയിട്ട് കാണാൻ പറ്റും. റെയിൻബോ റിവർ എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് പ്രത്യേകതയുള്ള റിവറാണ് ഇത്. 1969 ഒരു കൂട്ടം കാറ്റൽ ഫാമേഴ്സ് കാട്ടിലോട്ട് പോയപ്പോൾ കണ്ടുപിടിച്ചൊരു റിവറാണ്. അവർ അമ്പരന്ന് പോയി ഗൈസ് ഇതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ട്. ഇതിൽ സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഒരുപാട് ഷൈനൊക്കെ ചെയ്യാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും നേരിട്ട് പോയി കാണേണ്ട ഒരു അത്ഭുതം തന്നെയാണ്. ഇതിൽ ആ ഷൈനിങ് കൊടുക്കുന്നത് ആ റിവറിന്റെ അടുത്തട്ടിലുള്ള ഒരു പ്രത്യേകതരം പ്ലാന്റ്സ് ആണ്. ഈ പ്ലാന്റ്സ് ആ റിവറിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഇനി അടുത്ത നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ബ്രിട്ടീഷ് കൊളംബിയയാണ്. ബ്രിട്ടീഷ് കൊളംബിയയിലെ സ്പോട്ടഡ് റിവർ. നിങ്ങളെല്ലാവരും പലരും അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടാകും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഈ റിവറിന്റെ പ്രത്യേകത പറഞ്ഞാൽ സ്പോട്ടായിട്ട് ഓരോ സംഭവങ്ങളുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് മിനറൽ ഡെപ്പോസിറ്റ് ആണ് ഗൈസ്. ഇതിനകത്തുള്ള വെള്ളം എന്ന് പറയുന്നത് സോൾട്ടഡ് എൻഡോർഫിക് ആൽക്കലിൻ വെള്ളമാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ മിനറൽ ഡെപ്പോസിറ്റ് അടങ്ങിയിട്ടുള്ള വെള്ളമാണ്. ഇത് സൂര്യപ്രകാശം അടിച്ച് ഇത് നീരാവിയായി പോകുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു മിനറൽ ഡെപ്പോസിറ്റ് നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. അത്രയ്ക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ട് മിനറൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഈ റിവറിലുള്ള വെള്ളത്തിലുള്ള മിനറൽ ഡെപ്പോസിറ്റ് ഉപയോഗിച്ചിട്ടാണ് വേൾഡ് വാർ ഫസ്റ്റിലെ ബ്രിട്ടീഷ് പലതരത്തിലുള്ള വെപ്പൺസ്, അതായത് തന്നെ ബുള്ളറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹിസ്റ്റോറിക്കലായിട്ടും നാച്ചുറൽ ബ്യൂട്ടി ആയിട്ട് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു റിവറാണ് സ്പോട്ടഡ് റിവർ ഇൻ കൊളംബിയ. ഫ്രണ്ട്സ്, നമ്മളിനി അടുത്ത് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയുടെ അയൽവാസിയായ ചൈനയാണ്. ചൈനയിൽ ഒരു കിടിലം സ്ഥലമാണ്. ചൈനയിൽ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ഒരു കിടിലം സ്ഥലമാണ് കണ്ണിങ് സ്റ്റോൺ ഫോറസ്റ്റ്. അപ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കും എല്ലാ ഫോറസ്റ്റിലും സ്റ്റോൺ കാണും, ഇവിടെ എന്താണ് പ്രത്യേകത?
ഗൈസ് ഇവിടുത്തെ സ്റ്റോൺ എന്ന് പറയുന്നത് തറയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുമ്പോഴത്തെ സ്റ്റോണാണ്. നമ്മളത് നേരെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതെന്തോ ടൈപ്പ് മരമാണെന്ന് തോന്നിപ്പോവുള്ളൂ. മാത്രമല്ല ഇത് ചെറിയൊരു സ്ഥലത്ത് മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു ഫോറസ്റ്റ് അല്ല, ഏകദേശം 500 കിലോമീറ്ററോളം വിസ്തീർണമുള്ള ഒരു കാടാണ് കൺവിൻ സ്റ്റോൺ ഫോറസ്റ്റ്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് ഏകദേശം 270 മില്യൺ വർഷം മുമ്പ് ഉണ്ടായതെന്നാണ് സയന്റിസ്റ്റുകൾ ഇതിനെ കണക്കാക്കുന്നത്. മാത്രമല്ല അവിടെയുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര സാക്രഡ് പ്ലേസ് ആണ്. കാരണം അവിടെ അഷിനു എന്ന് പറഞ്ഞൊരു ഗേൾ ഉണ്ടായിരുന്നു. ആ ഗേള് അവിടെയുള്ള ഏതൊരു പയ്യൻ്റെ ഇഷ്ടത്തിലായി. അത് നടക്കാത്തത് കൊണ്ട് ആ ഗേള് അവിടെയുള്ള പാറകളിൽ കുടികൊള്ളും എന്നാണ് പറയപ്പെടുന്നത്. അവർക്ക് മാത്രമല്ല ഒരു സെപ്പറേറ്റ് ഫെസ്റ്റിവൽ തന്നെ ഉണ്ട്. ആ സമയത്തുള്ള റെസ്ലിങ്ങും അതുപോലെ പല കായിക മത്സരങ്ങളും കാർണിവലൊക്കെ അവർ സെറ്റപ്പ് ചെയ്യാറുണ്ട്. ഇനി അടുത്തത് വരുന്നത് ഒരു വായിക്കൊള്ളത്തെ പേരാണ് ഗൈസ്. കയോത്തെ ബുദ്ധസ് അൽസോമ എന്നൊരു സ്ഥലമാണ്. ഈ സ്ഥലത്തിന് വളരെ 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 ചരിത്ര പ്രാധാന്യം, ഈ നമ്മുടെ എർത്ത് ഉണ്ടായതിന് തന്നെ ഏറ്റവും പ്രാധാന്യം ആർജിക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം ഈ സ്ഥലത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ ഡൈനോസറിൻ്റെ ഫോസിൽസും ഡൈനോസറിൻ്റെ കാൽപ്പാടുകളും മുട്ടകളും ഒക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഈ സ്ഥലത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള റോക്സ് അത്രയും ലൈം സ്റ്റോൺ ആണ്. ഈ ലൈം സ്റ്റോണിൻ്റെ പല ലെയർ നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും, പല കളറിൽ. അപ്പോൾ നമ്മൾ ഈ സൂര്യപ്രകാശം അടിക്കുമ്പോൾ നമ്മൾ നേരിട്ട് പോയി നോക്കുമ്പോഴൊക്കെ നമ്മുടെ തിര ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തെ ഒരു ടൈപ്പ് റോക്സ് ആണ്. നിങ്ങൾ ഈ ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ തന്നെ തിര ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തെ ഒരു റോക്സ് ആണ്, അത് പല ഡിഫറെൻറ്റ് കളേഴ്സിൽ. ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമായതുകൊണ്ട് നമുക്കിവിടെ സ്പെഷ്യൽ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പോകാൻ പറ്റുള്ളൂ ഗൈസ്. നമ്മൾ 8ാമത്തെ സ്ഥലമായ അവസാന സ്ഥലം വരുന്നത് ന്യൂസിലാൻഡിലാണ്. ന്യൂസിലാൻഡിൽ ഒരു പ്രത്യേക കേവ് ഉണ്ട് ഗൈസ്. ആ കേവിൻ്റെ പേരാണ് വെയ്റ്റാമോ ഗ്ലോ വേംസ് കേവ്സ്. ഈ കേവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കേവിൻ്റെ അകം മൊത്തം നമുക്ക് തിളങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. ആ തിളങ്ങുന്ന വേറൊന്നുമല്ല, സ്മാൾ ടൈപ്സ് ആയിട്ടുള്ള വേംസ് ഉണ്ട്. ഈ വേംസ് രാത്രിയും അതായത് പിന്നെ ഇരുട്ടത്ത് പ്രകാശിക്കുന്ന സംഭവമാണ്. 30 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് വോൾക്കാനിക് ഇറപ്ഷനിലൂടെ ഉണ്ടായ ഒരു കേവ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പല ടൈപ്സ്, പുറത്ത് നമ്മൾ കാണാത്ത പല ടൈപ്സ് മൈക്രോ ഓർഗാനിസംസും പല ടൈപ്സ് ഇൻസെക്ട്സും ഒക്കെ ഇതിനകത്ത് കാണാൻ പറ്റും. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഈ ഒരു വേംസ് ആണ്. ഇതിനകത്ത് നമുക്ക് നടന്ന് പോകാൻ പറ്റും. ഇതിനകത്ത് നടന്ന് പോകുമ്പോൾ തന്നെ നമുക്ക് അകം ഫുള്ള് ഗ്ലിറ്റർ ചെയ്ത് ഗ്ലോ ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാം. ഇത് സ്മാൾ ടൈപ്സ് വേംസ് ആണ് ഗൈസ്. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഞാൻ ഈ പറഞ്ഞ 8 സ്ഥലങ്ങൾ നിങ്ങൾ ഭാവിയിൽ പോയി വിസിറ്റ് ചെയ്തൊക്കെ ചെയ്ത് നോക്കണം. കാരണം ഇത് ലോകത്ത് തന്നെ 8 മഹാത്ഭുതമായിട്ടുള്ള സ്ഥലങ്ങളാണ് നേച്ചറിൽ തന്നെ സൃഷ്ടിച്ച. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്തെത്തുക. ഫ്രണ്ട്സ്, എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവുള്ള കാര്യങ്ങൾ, എൻ്റർടൈൻമെൻറ്റ് വീഡിയോസും ജിം, ഫിറ്റ്നസ്, മ്യൂസിക് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് എത്തിയിട്ടുള്ളത് ഫ്രണ്ട്സ്. നിങ്ങൾ എൻ്റെ ഈ ചാനലിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിത് പുതിയ കണ്ടൻസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ എത്തിച്ചു കൊടുക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.